എറണാകുളത്ത് പീഡനക്കേസിൽ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. വാടക വീടിന്റെ ഉടമയുടെ മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെ ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ജയപ്രകാശിനെ റിമാൻഡ് ചെയ്തു. ഈ സംഭവത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ആലുവ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് നടപടി. ജയപ്രകാശ് കഴിഞ്ഞ കുറേ നാളുകളായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥന്റെ മകളോടാണ് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിൽ പരാതി പോയിരിക്കുന്നത്. കടന്നു പിടിക്കാൻ ശ്രമിച്ചു, മോശമായി പെരുമാറി, അസഭ്യ വാക്കുകൾ പറഞ്ഞു, അതോടൊപ്പം തന്നെ ഒളിഞ്ഞു നോക്കി, സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എക്സൈസ് ഇൻസ്പെക്ടർക്കെതിരെ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരത്താണ് പരാതി പോയത്. ആ പരാതി ആലുവയിലേക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. BNS 75, 77 വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. എക്സൈസ് ഉദ്യോഗസ്ഥരാണ്. നമ്മൾ എക്സൈസ് ഓഫീസർമാരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇയാൾക്കെതിരെയുള്ള ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കേസിൻ്റെ പശ്ചാത്തലത്തിൽ, ഇപ്പോഴത്തെ നടപടിയുടെ പശ്ചാത്തലത്തിൽ എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജയപ്രകാശിനെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ ശുപാർശ ചെയ്തുകൊണ്ടാണ് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ല ജയപ്രകാശിനെതിരെ ഉയർന്നിരിക്കുന്നത്. സമാനമായ ആരോപണം നേരത്തെയും ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് ജോലി ചെയ്ത സ്ഥലത്തും സമാനമായ പരാതി ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. ആ പരാതിയിൽ, സമാനമായ പരാതിയിൽ ഇയാൾ അന്വേഷണം നേരിടുകയും ചെയ്തിരുന്നു. അന്ന് പക്ഷേ അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും മുൻപും അത്തരത്തിൽ സമാന സംഭവം അല്ലെങ്കിൽ സമാനമായൊരു തെറ്റ് ഇയാൾ ആവർത്തിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ കേസ് ഉൾപ്പെടെ, അറസ്റ്റ് ഉൾപ്പെടെ, റിമാൻഡ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വകുപ്പ് തല നടപടി ശുപാർശ ചെയ്തുകൊണ്ട് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിന്മേൽ തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്.